ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റൈസ് എഡ്യൂക്കേഷൻ. അപ്പോൾ മക്കളെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ആൻ എഡ്യൂക്കേഷണൽ ചാനൽ ഓഫ് കേരള ഗവൺമെന്റ് ഈസ്. ഏതായിരിക്കും നമ്മുടെ എഡ്യൂക്കേഷണൽ ചാനൽ? മറ്റൊന്നുമല്ല, വെക്ടേഴ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, textual information available in electronic format is called dash. ഏതായിരിക്കും? ടെക്സ്റ്റ് ഫോർമാറ്റ് ഇലക്ട്രോണിക് ഫോമിലേക്ക് ഈ കണ്ടന്റ്, ഈ ടെക്സ്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, എ വൈഡ്ലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ക്ലസ്റ്റർ കമ്പ്യൂട്ടർ ഈസ് ഡാഷ്. ക്ലസ്റ്റർ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മറ്റൊന്നുമല്ല, ലിനക്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NLP സ്റ്റാൻഡ്സ് ഫോർ. NLP is ഡാഷ്. എന്താണ് NLPയുടെ ഫുൾ ഫോം? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെബ് സെർവർ ദാറ്റ് സപ്പോർട്ട് PHP ഓൺ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡാഷ്. PHPയിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? Apache ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ PHP the name of a variable starts with dash sign. ഏത് സൈൻ വെച്ചിട്ടാണ് വേരിയബിൾ തുടങ്ങുന്നത്? PHP കകത്താണ്. സോ PHP കകത്ത് ഡോളർ സൈൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഡോളർ സൈൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PHP ഈസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് PHP? ഒന്നാമത് ഫ്രെയിം വർക്ക് ആണോ, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണോ, പ്രൊപ്രൈറ്ററി ആണോ, അതുപോലെ ബോത്ത് ഓഫ് ദം, ഇത് രണ്ടും ആണോ, അതാ ഇതൊന്നുമല്ല, നൺ ഓഫ് ദിസ് ആണോ, നണ്ണാണോ, ഏതായിരിക്കും? മറ്റൊന്നുമല്ല, PHP എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ PHP arrays that use string keys are called dash. സ്ട്രിങ് കീസ് ആയിട്ട്, അതായത് കീ സ്ട്രിങ് ആയിട്ട്, അങ്ങനെയാണ് പല കീസ് ഉണ്ടാവും. സോ അതൊക്കെ സ്ട്രിങ്ങുകളാണ് ഉണ്ടാവുക. ഏത് അറേ ആണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത് PHP-കകത്ത്? മറ്റൊന്നുമല്ല, അസോസിയേറ്റീവ് അറേ ആണ്. കീ വാല്യൂ പെയർസ് ആയിട്ട് ഉണ്ടാവുക, അതിൽ കീസ് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് when we use delete comment without a word clause? അതായത് ഡിലീറ്റ് കമന്റ്, DML കമന്റ് ആണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. വേർഡ് ക്ലോസ് ഇല്ലാതെ ഡിലീറ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എൻറ്റയർ റോസ് ഡിലീറ്റ് ആയി പോകും. ഓൾ റോസ് ഇൻ ദ ടേബിൾ വിൽ ബി ഡിലീറ്റഡ്. ആൻഡ് നെക്സ്റ്റ്, വിച്ച് കമന്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ദ ടേബിൾ? ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡ്രോപ്പ് കമന്റ് ആണ്, DDL കമന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഡാഷ് ഇൻ എ ടേബിൾ ഗീവ് ദ കംപ്ലീറ്റ് ഡാറ്റ ഓഫ് എ പെർട്ടിക്കുലർ എൻറ്റിറ്റി. കംപ്ലീറ്റ് ഡാറ്റ കിട്ടും. ഏതാണ്? ട്യൂപ്പിൾ. അതായത് ഒരു ടേബിളിലെ റോസിനെയാണ് നമ്മൾ ട്യൂപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പാൻഡ് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. RDBMSന്റെ ഫുൾ ഫോം ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ്. നമ്പർ ഓഫ് റോസ് കാർഡിനാലിറ്റി. നമ്പർ ഓഫ് കോളംസ് ആണെങ്കിലോ ഡിഗ്രി. ഓക്കെ. ആൻഡ് VPS സ്റ്റാൻഡ്സ് ഫോർ വിർച്വൽ പ്രൈവറ്റ് സെർവർ. VPS ഫുൾ ഫോം എന്താണ്? വിർച്വൽ പ്രൈവറ്റ് സെർവർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വിർച്വൽ മെഷീൻ ഫോർ എക്സിക്യൂട്ടിംഗ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഈസ് ഡാഷ്. ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു വിർച്വൽ മെഷീൻ ഏതാ? മറ്റൊന്നുമല്ല, ജാവാസ്ക്രിപ്റ്റ് മെഷീൻ. മറന്നു പോകരുത്, ജാവാസ്ക്രിപ്റ്റ് മെഷീൻ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ആട്രിബ്യൂട്ടാണ് ഉള്ളത്? ലാംഗ്വേജ് ഉണ്ട്, SRC ഉണ്ട്, ടൈപ്പ് ഉണ്ട്. ഇതിലൊന്ന് എഴുതിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലിങ്ക് ടു എ പെർട്ടിക്കുലർ സെഷൻ ഓഫ് ദ സെയിം ഡോക്യുമെന്റ് ഈസ് കോൾഡ്. ഒരു സെയിം ഡോക്യുമെന്റിലെ പെർട്ടിക്കുലർ സെഷനിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ ലിങ്കിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ലിങ്കിങ്ങിൽ നെയിം എന്ന് പറയുന്ന നെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റേണൽ ലിങ്കിങ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് നോ റീസൈസ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഡാഷ് ടാഗ്. നോ റീസൈസ് ഏതിൻ്റെതാണ്? ഫ്രെയിം ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് നോ റീസൈസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാ? പേരിൽ നിന്ന് നമുക്ക് കിട്ടും. UL ആണെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്, ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL ആണ് ടാഗ് വരുന്നത്. സോ ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. സോ OL ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ DD ടാഗ് ഈസ് ഡാഷ്. DD എന്താ? ഡാറ്റ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡാറ്റ ഡിസ്ക്രിപ്ഷൻ ആണ് DD എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫോൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTP
HTTPS, അതായത് HTTPSന്റെ ഡിഫോൾട്ട് പോർട്ട് നമ്പർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂറിന്റെ ഡിഫോൾട്ട് പോർട്ട് നമ്പർ 443 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിംഗ് ഈസ് ഡൺ ബൈ ഡാഷ്. ഏതാണ്, എവിടെ വെച്ചിട്ടാണ്, എങ്ങനെയാണ്? വെബ് ബ്രൗസറിൽ വെച്ചിട്ടാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ എഴുതിയ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ നെയിം ഓഫ് ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് എ വെബ് പേജ്. വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മറ്റൊന്നുമല്ല, നമ്മുടെ HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. And next question, which tag is used to insert an image into a web page? ഒരു ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാ? പെട്ടെന്ന് എല്ലാവരും ഇമേജ് ടാഗ് എന്ന് കൊടുക്കും. ഇമേജ് ടാഗ് അല്ല, IMG ടാഗ് ആണ്. കണ്ടെയ്നർ ടാഗ് അല്ല, empty ടാഗ് ആണ്. കാരണം ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. IMG ടാഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HTML document is saved with the name having dash extension. HTML extension എന്താ? .html അല്ലെങ്കിൽ .htm അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ പ്രോട്ടോകോൾ ദാറ്റ് പ്രൊവൈഡ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ. സെക്യൂർ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ SFTP, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HTTPS സ്റ്റാൻഡ്സ് ഫോർ, നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. സോ ഈ പ്രോട്ടോകോൾസിന്റെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണേ. ദെൻ വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ലാംപ്? ലാംപിന്റെ എക്സ്പാൻഷൻ എന്താ? ലിനക്സ് അപ്പാച്ചെ MySQL PHP. ലിനക്സ് അപ്പാച്ചെ MySQL PHP. വാംപ് ആണെങ്കിലോ വിൻഡോസ് അപ്പാച്ചെ MySQL PHP. Okay, and next question, Q follow the dash principle. Q യുടെ പ്രിൻസിപ്പിൾ എന്താ? FIFO പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ് Qക്ക് ഉള്ളത്. ആൻഡ് ഈച്ച് നോഡ് ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് ആസ് ഡാഷ് ടു ദ നെക്സ്റ്റ് നോഡ്. ഓരോ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓരോ നോഡും കണക്ട് ചെയ്യുന്നത് ആ നെക്സ്റ്റ് നോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു നോഡിന്റെ ഏത് പാർട്ട് വെച്ചിട്ടാണ്? ലിങ്ക് പാർട്ട് അല്ലെങ്കിൽ പോയിന്റർ പാർട്ട്. ഓക്കെ, അല്ലെങ്കിൽ അഡ്രസ് പാർട്ട്. ആൻഡ് നെയിം ദ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോ LIFO പ്രിൻസിപ്പിൾ. LIFO ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഏതാണ്? മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റാക്ക് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോ FIFO പ്രിൻസിപ്പിൾ. FIFO എന്താ? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വേറെ മോഡലിൽ ചോദിച്ചതാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലുള്ള ഡാറ്റ സ്ട്രക്ചർ ഏതാണ്? Q ആണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റംപ്റ്റിംഗ് ടു ഇൻസേർട്ട് ആൻഡ് ഓൾറെഡി ഫുൾഡ് സ്റ്റാക്ക് ലീഡ്സ് ടു. ഓൾറെഡി ഫുൾ ആയിട്ടുള്ള സ്റ്റാക്കിലേക്ക് വീണ്ടും ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് സ്റ്റാക്ക് ഓവർഫ്ലോ കണ്ടീഷൻ ആണ്. ആൻഡ് ഇനി a linked list, the link part of the last node containing dash data. Link part of the last node നള്ളിനെയാണ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ability of data to be processed in more than one form is called. ഒരേ കാര്യം തന്നെ വ്യത്യസ്ത പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, മറ്റൊന്നുമല്ല പോളിമോർഫിസം ആണ്. ആൻഡ് നെക്സ്റ്റ്, ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ഈസ് ഡാഷ്. ഏതാ? ക്ലാസിന്റെ ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ്, പ്രൊട്ടക്ട്, പബ്ലിക്, ഇത് മൂന്നുമാണ് നമുക്കുള്ളത്. ഡിഫോൾട്ട് ആയിട്ടുള്ളത് പ്രൈവറ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഹൈഡിങ് കോംപ്ലക്സിറ്റി ഫ്രം ഔട്ട്സൈഡ് ദ വേൾഡ്. സോ ഹൈഡിങ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ അപ്പോൾ തന്നെ എഴുതിക്കോ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഫ്രീ ദ അലോക്കേറ്റഡ് മെമ്മറി? അലോക്കേറ്റഡ് മെമ്മറി നമ്മൾ എങ്ങനെയാണ് ഫ്രീ ചെയ്യുന്നത്? ബൈ യൂസിങ് ഡിലീറ്റ് ഓപ്പറേറ്റർ. ന്യൂ വെച്ചിട്ട് നമുക്ക് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് വെച്ചിട്ട് ഡി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് termed as. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് വേറൊരു സ്ട്രക്ചർ വന്നാൽ called nested structure. So these are the 1 mark questions. So ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്യണം. PYQ ലൈവ്സും അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസും ഒക്കെ വരാനുണ്ട്. എല്ലാവരും ലൈവിൽ വരണം, നമുക്ക് ലൈവിൽ അടിച്ചു പൊളിച്ച് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഫാസിൽ ഫ്രം റൈസ് എഡ്യൂക്കേഷൻ. ബൈ.